നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ അർബൻ ബാങ്കിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് അർബൻ ബാങ്ക് സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുടിശ്ശിക പിരിവൊഴികെയുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളും RBIയുടെ നിർദ്ദേശപ്രകാരം നിർത്തിവെച്ചിട്ട് 2 വർഷം പിന്നിടുകയാണ്. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാർച്ച് 16 ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മാർച്ച് 17 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ന്യൂമാൻ കോളേജ് വിമൻസ് ഫോറം മനസ്സിനിയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്കായി സെൽഫ് ഡിഫൻസ് ട്രെയിനിംഗ് പ്രോഗ്രാം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ അർബൻ ബാങ്കിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് അർബൻ ബാങ്ക് സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുടിശ്ശിക പിരിവ് ഒഴികെയുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളും RBIയുടെ നിർദ്ദേശപ്രകാരം നിർത്തിവച്ചിട്ട് 2 വർഷം പിന്നിടുകയാണ്. ബാങ്കിന്റെ ചെയർമാനും മാർക്സിസ്റ്റ് പാർട്ടി നേതാവുമായ VV മത്തായി 50 കോടിയുടെ കൊള്ള നടത്തിയിട്ടുണ്ടെന്നും ഇത്തരം തട്ടിപ്പുകളും ക്രമക്കേടുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് ബാങ്കിലെ ഇടപാടുകൾ നിർത്തിവച്ചിരിക്കുന്നതെന്നും അവർ ആരോപിച്ചു. എന്നാൽ ബാങ്ക് ഇതുവരെ നിർത്തലുകൾ വരുത്തുവാനും കുടിശ്ശിക തിരിച്ചുപിടിക്കുവാനും തയ്യാറായിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. തൊടുപുഴ അർബൻ ബാങ്കിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കണമെന്ന് അർബൻ ബാങ്ക് സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തൊടുപുഴ താലൂക്കിലെ സാധാരണ ജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമായിരുന്ന തൊടുപുഴ അർബൻ സഹകരണ ബാങ്ക് കുടിശ്ശിക പിരിവ് ഒഴികെയുള്ള എല്ലാ ബാങ്കിംഗ് പ്രവർത്തനങ്ങളും റിസർവ് ബാങ്ക് ഇടപെട്ട് നിർത്തിവെച്ചിട്ട് 2 വർഷം തികയുന്നു. RBI നടപടികളുടെ ഭാഗമായി ഡിവിഡൻഡ് നിർത്തിവെച്ചിട്ട് 5 വർഷവും വായ്പകളുടെ പരിധി വെട്ടിക്കുറച്ചിട്ട് 4 വർഷവുമായി. ബാങ്കിലെ നിക്ഷേപകരും ഇടപാടുകാരും അതീവ പ്രതിസന്ധിയിലാണ്. മാർക്സിസ്റ്റ് പാർട്ടി നേതാവായ VV മത്തായി ചെയർമാനായ ബാങ്കിൽ വൻ ക്രമക്കേടുകളും വെട്ടിപ്പുകളും കണ്ടെത്തിയതിനെ തുടർന്ന് RBI ആദ്യഘട്ടത്തിൽ പടിപടിയായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും ബാങ്ക് തിരുത്തലുകൾ വരുത്താനും കുടിശ്ശിക തിരിച്ചുപിടിക്കാനും തയ്യാറായില്ല. ഇക്കാരണത്താലാണ് സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയതെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനായ റോബിൻ മൈലാടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സഹകരണ സംഘം ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് വെട്ടിപ്പുകളുടെ വിവരങ്ങൾ പുറത്തു വന്നത്. RBI നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ കുറെ വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 165 കോടി രൂപ ബാങ്ക് വായ്പ നൽകിയതിൽ തിരികെ കിട്ടാനുള്ളതിൽ 50 കോടിയും ബാങ്കിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബാങ്കിന്റെ 50 കോടി രൂപ കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഇത് ഞെട്ടിക്കുന്ന വിവരമാണ്. കഴിഞ്ഞ 12 വർഷമായി ബാങ്കിന്റെ ഭാരവാഹിയായി പ്രവർത്തിച്ചു വരുന്ന VV മത്തായിയുടെ നേതൃത്വത്തിലാണ് ഈ വെട്ടിപ്പ് നടന്നിരിക്കുന്നത്. RBI നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ കുറെ വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 165 കോടി രൂപ ബാങ്ക് വായ്പ നൽകിയതിൽ തിരികെ കിട്ടാനുള്ളതിൽ 50 കോടിയും ബാങ്കിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബാങ്കിന്റെ 50 കോടി രൂപ കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഇത് ഞെട്ടിക്കുന്ന വിവരമാണ്. കഴിഞ്ഞ 12 വർഷമായി ബാങ്കിന്റെ ഭാരവാഹിയായി പ്രവർത്തിച്ചു വരുന്ന VV മത്തായിയുടെ നേതൃത്വത്തിലാണ് ഈ വെട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഈ ബാങ്കിന് ഒരു വ്യക്തിക്ക് 1 കോടി രൂപയും സ്ഥാപനത്തിന് 3 കോടി രൂപയും മാത്രമാണ് വായ്പാ അനുമതിയുള്ളത്. ഈട് വസ്തുവിന്റെ വില പെരുപ്പിച്ചു കാട്ടിയും ഒരേ ഈടിന്മേൽ നിരവധി ബിനാമികളുടെ പേരിൽ നിബന്ധനകൾ ലംഘിച്ചും രേഖകളിൽ കൃത്രിമം കാട്ടിയും കമ്മീഷൻ കൈപ്പറ്റിയും വൻ തുകകൾ ലോൺ നൽകിയാണ് ഈ വൻ വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഈ ബാങ്കിന് ഒരു വ്യക്തിക്ക് 1 കോടി രൂപയും സ്ഥാപനത്തിന് 3 കോടി രൂപയും മാത്രമാണ് വായ്പാനുമതിയുള്ളത്. ഈടുവസ്തുവിന്റെ വില പെരുപ്പിച്ചു കാട്ടിയും ഒരേ ഈടിൽ നിരവധി ബിനാമികളുടെ പേരിൽ നിബന്ധനകൾ ലംഘിച്ചും രേഖകളിൽ കൃത്രിമം കാട്ടിയും കമ്മീഷൻ കൈപ്പറ്റിയും വൻ തുകകൾ ലോൺ നൽകിയാണ് ഈ വൻ തെട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത്. ഇതിനെല്ലാം പുറമെ ചെയർമാൻ VV മത്തായി ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ തട്ടിയെടുത്തു. മുട്ടം ബ്രാഞ്ചിലെ ഒരു കുടിശ്ശികക്കാരന്റെ ലോണിലടയ്ക്കാൻ
പോൾസൺ ജോസഫ് 2021 മാർച്ച് ആദ്യം അർബൻ ബാങ്കിന്റെ കറന്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ച 23 ലക്ഷം രൂപയിൽ നിന്ന് ചെയർമാന്റെ ആവശ്യപ്രകാരം മുട്ടം ബ്രാഞ്ച് മാനേജർ അക്കൗണ്ടിൽ തിരിമറി നടത്തി BB മത്തായിയുടെ അർബൻ ബാങ്കിലെ SB അക്കൗണ്ടിലേക്ക് മാറ്റി നൽകി. തൊട്ടടുത്ത ദിവസം മത്തായി ഈ 8 ലക്ഷം രൂപ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പും അഴിമതിയും വഴി 50 കോടിയുടെ നഷ്ടമാണ് ബാങ്കിന് സംഭവിച്ചിരിക്കുന്നത്. അടിയന്തരമായി ബാങ്കിംഗ് പ്രവർത്തനം ആരംഭിക്കാനും നിക്ഷേപകരുടെ പണം ആവശ്യാനുസരണം പിൻവലിക്കാനും വേണ്ട നടപടികൾ RBI സ്വീകരിക്കണം. ബാങ്കിന്റെ 50 കോടി രൂപ ചെയർമാനും ബന്ധപ്പെട്ടവരും ചേർന്ന് തട്ടിയെടുത്ത വിഷയത്തിൽ ഉചിതമായ അന്വേഷണവും നടപടിയും വേണം. ബാങ്കിന്റെ നഷ്ടപ്പെട്ട സൽപ്പേരും വിശ്വാസ്യതയും വീണ്ടെടുക്കാൻ അഴിമതിക്കാരനായ ചെയർമാൻ രാജിവെച്ച് പുറത്തു പോകണം. എങ്കിൽ മാത്രമേ ബാങ്കിൽ പണം നിക്ഷേപിക്കാൻ ജനങ്ങൾ തയ്യാറാവുകയുള്ളൂ. ബാങ്കിന്റെ നിയമാനുസൃതമായ വാർഷിക ജനറൽ ബോഡി യോഗങ്ങൾ 2022-2023 വർഷങ്ങളിൽ ചേർന്നിട്ടില്ല. രജിസ്ട്രാറുടെ കർശന നിർദ്ദേശത്തെ തള്ളിക്കളയുകയാണ് ചെയർമാൻ ചെയ്തത്. ഉടനടി വാർഷിക ജനറൽ ബോഡി യോഗം കൂടെ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അർബൻ ബാങ്ക് സംരക്ഷണ സമിതി കൺവീനർ PM മാനുവൽ, MC മാത്യു, അഡ്വക്കേറ്റ് AN മോഹനകൃഷ്ണൻ നായർ, ബാബു ചാമക്കാലായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുസ്ലിം വംശഗതിക്കുള്ള പൗരത്വ നിയമാവലി CAA നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി തൊടുപുഴ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. സമരം ജില്ലാ ജനറൽ സെക്രട്ടറി PP അനസ് ഉദ്ഘാടനം ചെയ്തു. മങ്ങാട്ടുകോലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. പ്രവർത്തകർ CAA ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. മുസ്ലിം വംശഗതിക്കുള്ള പൗരത്വ നിയമാവലി CAA നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുസ്ലിം സമൂഹത്തെ പുറന്തള്ളിയുള്ള പൗരത്വ നിയമത്തിന്റെ വിജ്ഞാപനം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടപ്പിലാക്കുന്നത് ഹിന്ദുത്വ വംശീയതയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടകളുടെ ഭാഗമാണ്. വിഷയത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി അമാന്തം കാണിക്കുന്നത് നിരാശാജനകമാണ്. നിലപാട് മാറ്റാൻ തയ്യാറല്ലെന്നാണ് സർക്കാർ തീരുമാനമെങ്കിൽ രണ്ടാം പൗരത്വ പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറി PP അനസ് പറഞ്ഞു. മങ്ങാട്ടുകോലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. പ്രവർത്തകർ CAA ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഹംസ CA, മണ്ഡലം സെക്രട്ടറി അബ്ബാസ് VS തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാർച്ച് 16 ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. PJ ജോസഫ് MLA മുഖ്യ പ്രഭാഷണം നടത്തും. മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന തിരിച്ചടി വർഗീയ ധ്രുവീകരണത്തിലൂടെ മറികടക്കാമെന്ന സങ്കുചിത ചിന്താഗതിയാണ് CAA തിടുക്കത്തിൽ നടപ്പാക്കാൻ കാരണമെന്ന് നേതാക്കൾ ആരോപിച്ചു. വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന SSIയുടെ കലാപരാഷ്ട്രീയത്തിന് CPM മറുപടി പറയേണ്ടി വരുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാർച്ച് 16 ഇടുക്കി IDA ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ MJ ജേക്കബും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4:30 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. PJ ജോസഫ് MLA മുഖ്യപ്രഭാഷണം നടത്തും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, KM ഷാജി, CP ജോൺ, അഡ്വക്കേറ്റ് PG പ്രസന്നകുമാർ, അഡ്വക്കേറ്റ് രാജൻ ബാബു, അനൂപ് ജേക്കബ് MLA, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് XMP, CP മാത്യു, അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് S അശോകൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം BJP ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്നുള്ള ഒരു നിലയിലേക്ക് അവരെത്തിയതുകൊണ്ടാണ് ഇത്ര തിടുക്കത്തിൽ തന്നെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തങ്ങൾക്ക് എതിരെ ഉണ്ടാവുന്ന ജനകീയ തിരിച്ചടി അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമെന്നുള്ള നിലയിലാണ് ഈ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഗവൺമെന്റ് തന്നെ കൊലയാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊലയാളികൾക്ക് സംരക്ഷണം കൊടുത്തു പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. വണ്ടിപ്പെരിയാറ്റിലും വാളയാറ്റിലും പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചായ്വുള്ള ആളുകളാൽ പീഡിപ്പിക്കപ്പെട്ട് അവരെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയിട്ട് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയിട്ടൊക്കെ ഇറങ്ങിപ്പോയ കേസുകളിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പാർട്ടിയും ഗവൺമെന്റും സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾക്കൊക്കെ അതിനെതിരായി ഈ തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റ് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോയി വെട്ടിക്കുഴി, പ്രൊഫസർ MJ ജേക്കബ്, KMA ഷുക്കൂർ, K സുരേഷ് ബാബു, NI ബെന്നി, AM ഹാരിദ്, MK പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
തൊടുപുഴ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മാർച്ച് 17-ന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റൈറ്റ് റെവറൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും നിർവഹിക്കും. MLA PJ ജോസഫ് ചികിത്സാ സഹായകരണവും MP ഡീൻ കുര്യാക്കോസ് ഇടവക ഡയറിയുടെ പ്രകാശനവും നടത്തും. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ശതാബ്ദി ഉപഹാരം നൽകും. തൊടുപുഴ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മാർച്ച് 17-ന് രാവിലെ 11 മുതൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റൈറ്റ് റെവറൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും നിർവഹിക്കും. PJ ജോസഫ് MLA ചികിത്സാ സഹായ വിതരണവും ഡീൻ കുര്യാക്കോസ് MP ഇടവക ഡയറിയുടെ പ്രകാശനവും നടത്തും. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ശതാബ്ദി ഉപഹാരം നൽകും. ശതാബ്ദി ഗാനാലാപനം, ശതാബ്ദി ഇടവക ചരിത്ര റിപ്പോർട്ടുകളുടെ അവതരണം എന്നിവയും ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു വർഷം നീണ്ടു നിന്ന സമാപന സമ്മേളനം, ശതാബ്ദിയുടെ സമാപന സമ്മേളനം ഈ മാസം 17-ാം തീയതി ഞായറാഴ്ച ദേവാലയത്തിൽ വെച്ച് നടക്കുകയാണ്. മാർത്തോമാ സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷനായിട്ടുള്ള അഭിവന്ധ്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയാണ് സമാപന സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. രാവിലെ 8:30 മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട്. അതിനുശേഷമാണ് സമാപന സമ്മേളനം 11 മണിക്ക് ദേവാലയത്തിൽ വെച്ച് നടക്കുന്നത്. മതരാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രധാന വ്യക്തികൾ സംബന്ധിക്കും. MP, MLA, നഗരസഭയുടെ ചെയർമാൻ എന്നിവരൊക്കെ സന്നിഹിതരാകുന്ന ഒരു മീറ്റിംഗാണ്. ഈ ഒരു വർഷം കൊണ്ട് വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് ഇടവകയിൽ നടത്തപ്പെട്ടിട്ടുള്ളത്. അത് സമൂഹത്തിനും ഒക്കെ പ്രയോജനകരമായ അനേക പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരു വർഷം കൊണ്ട് നടപ്പാക്കിയിട്ടുണ്ട്. 100 വർഷത്തിൻ്റെ ഓർമ്മ എന്നും ഉണർത്തത്തക്ക വിധത്തിൽ ഒരു ശതാബ്ദിയുടെ ഗാനവും ഒരു ലോഗോയും ഒക്കെ ആ ദിവസം ഉദ്ഘാടന മീറ്റിംഗിൽ വെച്ച് പ്രകാശനം ചെയ്യുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിന് നന്മ ഉതകുന്ന വിധത്തിൽ ഈ പ്രദേശത്തിൽ തന്നെ ആ ഇടവകയിലെ അംഗങ്ങളല്ലാത്ത 2 വ്യക്തികൾക്ക്, ക്യാൻസർ രോഗബാധിതരായ 2 വ്യക്തികൾക്ക് ചികിത്സാ ധനസഹായം നൽകുന്നുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി രാവിലെ 8:30-ന് അഭിവന്ദ്യ തിരുമേനി നയിക്കുന്ന വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റവറന്റ് എബി ഉമ്മൻ, ഷാജി ജോർജ്, അലക്സ് വൈദ്യൻ, മാത്യൂസ് MA, നിമ്മി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയ് ജോർജ് അധ്യക്ഷത വഹിച്ചു. 21% ക്ഷാമാശ്വാസം കുടിശ്ശികയുള്ളപ്പോൾ 39 മാസത്തെ കുടിശ്ശിക ഒഴിവാക്കി കേവലം 2% മുതൽ ഏപ്രിൽ മാസം മുതൽ അനുവദിച്ചത് പെൻഷൻകാരോടുള്ള കടുത്ത വഞ്ചനയാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്നും DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ ആരോപിച്ചു. 2% ക്ഷാമാശ്വാസം അനുവദിച്ച ഉത്തരവിൽ 39 മാസത്തെ കുടിശ്ശിക നിഷേധിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക പ്രതിസന്ധികൾ ഈ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 2002-ൽ സംസ്ഥാനത്തെ ജീവനക്കാരുടെ അടക്കമുള്ള കാര്യങ്ങൾ മരവിപ്പിച്ചുകൊണ്ട് അന്ന് AKNയുടെ ഗവൺമെന്റ് തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിനെതിരെ സമരം ചെയ്തവരാണ് ഈ കേരളത്തിലെ മുഴുവൻ ജീവനക്കാരും അധ്യാപകരും. ഇന്ന് 39 മാസക്കാലമായി ക്ഷാമാശ്വാസമില്ല, DA ഇല്ല, സറണ്ടർ ഇല്ല, ഇങ്ങനെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ കമായി എന്നൊരക്ഷരം ഉരിയാടാൻ പോലും NGO യൂണിയനെ കൊണ്ട് കഴിയുന്നില്ല, പെൻഷൻസ് യൂണിയനെ കൊണ്ട് കഴിയുന്നില്ല. പ്രതിഷേധ സൂചകമായി ഉത്തരവിന്റെ പകർപ്പ് KSPA പ്രവർത്തകർ കത്തിച്ചു. പ്രതിഷേധ യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഐവാൻ സെബാസ്റ്റ്യൻ, ജോസഫ് അഗസ്റ്റിൻ, ഗവർ വാസസ് കേസ് ഖറിയാസ്, PS ഹുസൈൻ, അനസ് പള്ളിവേട്ട, ഷെല്ലി ജോൺ, SG സുദർശനൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ കോളേജ് വിമൻസ് ഫോറം മനസ്സിനിയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്കായി സെൽഫ് ഡിഫൻസ് ട്രെയിനിംഗ് പ്രോഗ്രാം ആരംഭിച്ചു.
ബോക്സിംഗ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷിഹാൻ ബേബി എബ്രഹാമാണ് ഈ പരിപാടിയുടെ മുഖ്യ പരിശീലകൻ. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് വിമൻസ് ഫോറം മനസ്സിനിയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്കായി സെൽഫ് ഡിഫൻസ് ട്രെയിനിംഗ് പ്രോഗ്രാം ആരംഭിച്ചു. കലാലയത്തിലെ പെൺ സമൂഹത്തിന് ആത്മവിശ്വാസം പകരുക, അവരെ ശാരീരികമായും മാനസികമായും ശക്തിപ്പെടുത്തുക, അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. വിദ്യാർത്ഥിനികൾക്ക് തുടർച്ചയായി പരിശീലനം ലഭിക്കുന്നതിനുള്ള അവസരവും സൗകര്യങ്ങളുമാണ് കോളേജിൽ ഒരുക്കിയിരിക്കുന്നത്. ബോക്സിംഗ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷിഹാൻ ബേബി എബ്രഹാമാണ് പരിപാടിയുടെ മുഖ്യ പരിശീലകൻ. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. അത് ഏതൊരു രീതിയിൽ നമുക്ക് ജീവിതത്തിൽ ഇത് പഠിച്ച് അല്ലെങ്കിൽ ഇതിനെ അറിഞ്ഞിരിക്കുക, പഠനത്തോടൊപ്പം വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നാൾവഴികളിലൂടെ കടന്നു പോകുന്ന മേഖലകളിലെല്ലാം നമുക്കൊരു ധൈര്യം എന്ന് പറയുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും തന്നെ കടന്നു വരുന്നത് മനസ്സിലായി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് തീർച്ചയായും ഇവിടുത്തെ അധ്യാപകർ പ്രത്യേകമായ നിരീക്ഷണത്തിൽ നൽകി അവരുടെ പ്രത്യേകമായ ട്രെയിനിങ് നേടിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയൊരു സെൽഫ് ക്ലാസ് അല്ലെങ്കിൽ ചുരുക്കിയ കോളേജിലുള്ള പ്രധാന അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ എല്ലാ രീതിയിലുള്ള ആശംസകളും നേർന്ന സമയക്കുറവുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസ്കരിക്കുക ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി നടത്തുന്നു. നന്ദി, നമസ്കാരം. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ്, ട്രെയിനർ ഷിഹാൻ ബേബി എബ്രഹാം, വിമൻസ് ഫോറം കോർഡിനേറ്റർ സോണ ജോർജ്, വിദ്യാർത്ഥിനിയായ ഗൗരി പാർവതി എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു. തുടർന്ന് നടത്തിയ പരിശീലനത്തിൽ 100-ലധികം പെൺകുട്ടികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബിസിനസ് വാർത്ത. 50 വർഷത്തിലധികമായി തൊടുപുഴയ്ക്ക് ചിരപരിചിതമായ ഇന്ത്യൻ ബേക്കറിയുടെ പുതിയ ഔട്ട്ലെറ്റ് കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ മൂപ്പിൽക്കടവ് പാലത്തിന് സമീപം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർമാരായ ബിന്ദു പത്മകുമാർ, ശ്രീലക്ഷ്മി സുദീപ്, PG രാജശേഖരൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ തുടങ്ങിയവർ ആശംസ നേർന്നു. 50 വർഷത്തിലധികമായി തൊടുപുഴയ്ക്ക് ചിരപരിചിതമായ ഇന്ത്യൻ ബേക്കറിയുടെ പുതിയ ഔട്ട്ലെറ്റ് കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ മൂപ്പിൽക്കടവ് പാലത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ബേക്കറി ഉൽപ്പന്നങ്ങളുടെ ഒരു ബ്രാൻഡഡ് നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ബേക്കറി 1975 കാഞ്ഞിരമറ്റത്ത് നിന്ന് ആരംഭിച്ച് ഇന്ന് തൊടുപുഴയുടെ വിവിധ മേഖലകളിൽ മുട്ടത്ത് ഉൾപ്പെടെ ഒട്ടനവധി സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചേച്ചിയുടെ ഇച്ഛാശക്തിയും ജനങ്ങളോടുള്ള ഇടപെടിയും തൊടുപുഴ ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് വെങ്ങല്ലൂർ ആരംഭിച്ച് ഇന്ന് തൊടുപുഴയുടെ വലിയൊരു മദ്യത്തിൻ്റെ കാഞ്ഞിരമറ്റം ജംഗ്ഷൻ തുടക്കം കുറിച്ച സ്ഥലത്ത് തന്നെ ഇന്ന് വിപുലീകരിച്ച രീതിയിലുള്ള ഷോറൂമുകൾ തുടങ്ങിയിരിക്കുകയാണ്. അതറിയാം, ബേക്കറി ഉൽപ്പന്നങ്ങൾ നഗരത്തിലെത്തുന്ന അല്ലെങ്കിൽ പഴയകാല ആളുകൾ തന്നെ ഇന്നെത്തുന്ന ആളുകൾക്കൊക്കെ സുപരിചിതമായ ഇന്ത്യൻ ബേക്കറിയുടെ 5ാമത്തെ ഷോപ്പാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജനങ്ങൾ നൽകിയ നല്ല സഹകരണങ്ങളും അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങളോട് കാണിക്കുന്ന താല്പര്യവുമാണ് ഇത്രയും വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. മുന്നോട്ടുള്ള ഓരോ നാൾവഴികളും ജഗദീശൻ്റെ അനുഗ്രഹങ്ങളും ഈ സ്ഥാപനത്തിൽ ജീവനക്കാർക്ക് പ്രത്യേകിച്ച് ശിവചേച്ചിക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രസ്ഥാനം വളരെ ഉയർത്തിലെത്തട്ടെ. ചേച്ചിയുടെ ചേർന്ന് എല്ലാവരുടെയും ഫലമാണ് ഈ ഇത് ഏറ്റവും വലിയ ഇതിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൗൺസിലർമാരായ ബിന്ദു പത്മകുമാർ, ശ്രീലക്ഷ്മി സുദീപ്, PG രാജശേഖരൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ തുടങ്ങിയവർ ആശംസ നേർന്നു. മോമോസ്, ബിരിയാണി, അൽഫാം, ബർഗർ, സാൻഡ്വിച്ച്, ഫിഷ് ഫിംഗർ, ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രഷ് ചിപ്സ്, പേസ്ട്രീസ്, വിവിധതരം ഷേക്ക്, ജ്യൂസ് എന്നിവ ഇവിടെ ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു.
ഗാന്ധി സ്ക്വയറിലുള്ള ഇന്ത്യൻ ബേക്കറി, ടൗൺ പള്ളിക്ക് സമീപമുള്ള ഇന്ത്യൻ സൂപ്പർമാർട്ട്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഇന്ത്യൻ ബേക്കറി, ബംഗളൂരിലുള്ള ഇന്ത്യൻ ബേക്കറി, ഒളമറ്റം BJT ഫുഡ്സ്, മുട്ടം ഇന്ത്യൻ ബേക്കറി, തൊടുപുഴ ശക്തി മെഡിക്കൽസ് എന്നിവയും ഇന്ത്യൻ ബേക്കറി ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വഴിത്തല ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് 22ാമത് കോളേജ് ഡേ സെലിബ്രേഷൻ ഇലുമിന 2024 വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. കാർമേൽ പ്രൊവിൻഷ്യൽ വികാർ ഫാദർ റോയ് കണ്ണഞ്ചിറ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക ആഘോഷ പരിപാടികൾ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. വഴിത്തല ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് 22ാമത് കോളേജ് ഡേ സെലിബ്രേഷൻ ഇലുമിന 2024 വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. കാർമൽ പ്രൊവിൻസ് വികാരി പ്രൊവിൻഷ്യൽ ഫാദർ റോയ് കണ്ണഞ്ചിറ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷികാഘോഷ പരിപാടികൾ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. Where the people from lower caste were not allowed to go to the school. So that was a kind of revolution happened in our state. Then followed by Sri Narayana Guru, Ayyankali, Sahodaran Ayyappan and many reformists actually changed our culture, education system. And then of course from 1957 onwards, from the first ministry, you can see the sporadic development of education. And now if you see, look at the school level, you have a school, 98% of the village have schools. കോളേജ് മാനേജർ ഫാദർ പോൾ പാറേക്കാട്ടിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ബേബി ജോസഫ് CMI ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MG യൂണിവേഴ്സിറ്റി NSS കോർഡിനേറ്റർ EN ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. സിനി ആർട്ടിസ്റ്റ് കൊമേഡിയൻ സാജു കൊടിയൻ, ഫാദർ വിൻസ് കൊച്ചുപറമ്പിൽ, അഡ്വക്കേറ്റ് ആൽഡ്രിൻ പോൾ, ഡൈന ഷാജി എന്നിവർ ആശംസയും അസിസ്റ്റന്റ് പ്രൊഫസർ ദീപായും നന്ദിയും അറിയിച്ചു. തുടർന്ന് എൻഡോമെന്റ് വിതരണവും വിദ്യാർത്ഥികളുടെ മ്യൂസിക്കൽ ഫീസ്റ്റും നടന്നു. You're breaking down the weight of all my mountains, even when it feels like I'm surrounded. ഇടതൂർന്ന് പെയ്യുന്നോരും മഴ പോൽ ഇടനെഞ്ചിലീണം നീയും കുളിരേ നിന്നിലലിയാ. ന്യൂസ് ബ്യൂറോ, വഴിത്തല. വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലം SNDP യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. കോതമംഗലം KSRTC ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം DFO ഓഫീസിന് മുമ്പിൽ അവസാനിപ്പിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോൺ K. ജോർജ് വന്യജീവി ആക്രമണത്തെയും വനനിയമങ്ങളെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചു. യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ, സെക്രട്ടറി PA സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലം SNDP യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. കോതമംഗലം KSRTC ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം DFO ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോൺ K. ജോർജ് വന്യജീവി ആക്രമണത്തെയും
വന നിയമങ്ങളെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചു. പറയുന്നു കോതമംഗലം SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ഈ പീതപതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വേദനിക്കുന്ന മനുഷ്യരുടെ ചുടുനിണം ഈ നിരത്തിൽ വീണൊഴുകുമ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി വീട്ടിലിരിക്കാൻ കഴിയുകയില്ല. ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പുകളുടെ ഒരു ലോകം, കളവായ പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഒരു ലോകം, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സുഖമായിട്ടിരുന്നുറങ്ങി. പണ്ടൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, അവനവന് സംഭവിക്കാത്തതെല്ലാം കേൾക്കുമ്പോൾ കേൾക്കുന്നവൻ അതൊരു കെട്ടുകഥ മാത്രമാണ്. അതിരപ്പള്ളിയിൽ യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ, സെക്രട്ടറി PA സോമൻ, വൈസ് പ്രസിഡന്റ് KS ഷിനിൽകുമാർ, ബോർഡ് മെമ്പർ സജീവ് പാറയ്ക്കൽ, കൗൺസിലർമാരായ PV വാസു, TG അനി, MV രാജീവ്, KB ബിനു, പോഷക സംഘടനാ ഭാരവാഹികളായ MP തിലകൻ, MK ചന്ദ്രബോസ്, അജേഷ് തട്ടേക്കാട്, മിനി രാജീവ്, ശാഖായോഗം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന NHM ജീവനക്കാർക്ക് 2 മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ CHSCക്ക് മുമ്പിൽ പ്രതിഷേധ സമരം ആരംഭിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളായി രാവിലെ 1 മണിക്കൂർ സമയമാണ് സമരം ചെയ്യുന്നത്. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ഈ ആഴ്ചയിൽ 1 മണിക്കൂർ സമയവും അടുത്ത ആഴ്ച മുതൽ മുഴുവൻ സമയവും പണിമുടക്കിക്കൊണ്ട് ശക്തമായ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊഴിലാളികളുടെ ഈ സമരം, പട്ടിണി മാറ്റാൻ ഈ സമരം, എംപ്ലോയീസ് യൂണിയൻ സിന്ദാബാദ്. രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന NHM ജീവനക്കാർക്ക് 2 മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ CHCക്ക് മുമ്പിൽ പ്രതിഷേധ സമരം ആരംഭിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി രാവിലെ 1 മണിക്കൂർ സമയമാണ് സമരം ചെയ്യുന്നത്. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ഈ ആഴ്ചയിൽ 1 മണിക്കൂർ സമയവും അടുത്തയാഴ്ച മുതൽ മുഴുവൻ സമയവും പണിമുടക്കിക്കൊണ്ട് ശക്തമായ സമരവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 16 ജീവനക്കാരാണ് രാജാക്കാട് CHCയിൽ നാഷണൽ ഹെൽത്ത് മിഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 74 ദിവസമായി ശമ്പളം ലഭിക്കാത്തതിനാൽ ദൈനംദിന ചെലവുകൾ പോലും നടത്താൻ മാർഗമില്ലെന്നും തങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ചികിത്സാ ചെലവ്, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, യാത്രാ ചെലവ്, മറ്റ് ജീവിത ചെലവുകളെല്ലാം പ്രതിസന്ധിയിലാണെന്നുമാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ 74 ദിവസമായിട്ട് NHMന്റെ ഈ ജില്ലയിലുടനീളം കേരളത്തിലുടനീളം ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയീസിനും കഴിഞ്ഞ 74 ദിവസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ലെന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ജീവനക്കാരായിട്ട് വർക്ക് ചെയ്യുന്ന ഞങ്ങൾ കഴിഞ്ഞ 74 ദിവസമായിട്ട് പല രീതിയിലുള്ള സമരങ്ങൾ നടത്തിയിട്ട് പോലും ഈ പ്രശ്നത്തിന് ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. പലരും ഈ ഒരു ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ജീവനക്കാരുണ്ട്. അവരുടെ ജീവിതത്തിന്റെ ആകെ താളം തെറ്റിയിരിക്കുകയാണ്. ജീവിത ചെലവുകൾ കൂടി വരുന്നു. സാധനങ്ങളുടെ വിലക്കയറ്റം, ആശുപത്രി ചെലവുകൾ, കുട്ടികളുടെ പഠനം തുടങ്ങിയ എല്ലാം ദുരിതത്തിലായിരിക്കുകയാണ്. ഈ സമയത്ത് ഇനിയും ഈ ഒരു വിഷയത്തിൽ ഗവൺമെന്റ് കൃത്യമായിട്ട് ഇടപെട്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് തരാതിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ ശക്തമായ സമര രീതികളിലേക്ക് പോകേണ്ടതായിട്ട് വരും. ജീവനക്കാരുടെ ഈ ഒരു ആവശ്യം കൃത്യമായിട്ട് സർക്കാരിലേക്ക് എത്തിക്കുകയും അതുവഴി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഞങ്ങളുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ശമ്പളം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഒരു ലക്ഷ്യം. ജീവനക്കാർക്ക് 60% ശമ്പളം കേന്ദ്ര സർക്കാരും 40% ശമ്പളം കേരള സർക്കാരുമാണ് നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭിക്കാത്തതിനാലാണ് ശമ്പളം ലഭിക്കാത്തതെന്നാണ് ഇവർക്ക് ലഭിച്ച വിശദീകരണം. ശമ്പളം ലഭിക്കുന്നതുവരെ പ്രതിഷേധ സമരം തുടരുമെന്ന് സമരസമിതി നേതാക്കളായ KM ഷിജി, KS സിദ്ധു എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ അർബൻ ബാങ്കിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് അർബൻ ബാങ്ക് സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുടിശ്ശിക പിരിവ് ഒഴികെയുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളും RBIയുടെ നിർദ്ദേശപ്രകാരം നിർത്തിവെച്ചിട്ട് 2 വർഷം പിന്നിടുകയാണ്. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാർച്ച് 16 ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം മാർച്ച് 17 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ സമരം ഉദ്ഘാടനം ചെയ്തു.
തൊടുപുഴ ന്യൂമാൻ കോളേജ് വിമൻസ് ഫോറം മനസ്സിനിയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്കായി സെൽഫ് ഡിഫൻസ് ട്രെയിനിംഗ് പ്രോഗ്രാം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.